അല്ല അവർ പറഞ്ഞത് ഈ ഈ ഈ എന്താ പറയുക ഈ ഓവർ ബ്രിഡ്ജിൻ്റെ ഒരു ലോഡിൻ്റെ കാരണമാണ് ആ സോയിൽ ഈ മഴക്കാലം മഴേൻ്റെ കാരണം ആ സോയിൽ കുറച്ച് സോഫ്റ്റായി പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഞാനിത് 4-5 ദിവസം മുമ്പേ നിതിൻ ഗഡ്കരിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ കോൺട്രാക്ടറിനെ ഡീബാർ ചെയ്തിട്ടുണ്ട്. അതൊന്ന്. രണ്ടും ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഇതിനെക്കുറിച്ച് എക്സാമിനേഷനും ഒരു എൻക്വയറി നടത്തുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ആ റിപ്പോർട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹി പോയി നിതിൻ ഗഡ്കരിയോടൊപ്പം ഇരുന്ന് ഇതിൻ്റെ എന്തായിരിക്കും പെർമനൻ്റ് ഒരു സൊല്യൂഷൻ, ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, ഒരു ബ്രിഡ്ജാണോ പാലമാണോ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ അന്ന് തന്നെ അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹം എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എൻക്വയറി കഴിയട്ടെ, കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകും. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ പരിഹാരം നമ്മൾ തീരുമാനിക്കും. ദേശീയപാത അധികൃതർ കുറ്റക്കാരി പ്ലാൻ ഉണ്ടാക്കിയതും ഡിസൈൻ ചെയ്തതും ദേശീയപാത കമ്പനിയാണ്. അല്ല, ഇതിൽ ഞാൻ രാഷ്ട്രം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു, മിഞ്ഞാന്ന് പറഞ്ഞു A to ക്ഷ ഇത് NHAIൻ്റെ ചുമതലയാണ്. അതിന് മുമ്പ് 3 ദിവസം മുമ്പേ മരുമകൻ പറഞ്ഞു ഇത് വലിയൊരു അച്ചീവ്മെൻ്റാണ് സർക്കാരിൻ്റെ. നോക്കൂ, NHAI എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ലക്ഷം കിലോമീറ്റേഴ്സിൻ്റെ ഹൈവേ ഉണ്ടാക്കിയ ഒരു ഓർഗനൈസേഷനാണ്. ലോകത്തിൽ എല്ലാവർക്കും അറിയാം, ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനാണ്. അത് പറഞ്ഞാൽ ഇതിൻ്റെ എന്താണ് കാരണം, ഈ എൻക്വയറി കമ്മിറ്റി എക്സ്പെർട്ട് കമ്മിറ്റി അത് നോക്കട്ടെ, അവർ തീരുമാനിക്കട്ടെ, അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇതിൻ്റെ സർവേ മാറ്റിയിട്ടുണ്ടോ, ആദ്യം ആൾക്കാർ സമരം ചെയ്തിട്ട് ഇതിൻ്റെ സർവേ മാറ്റിയോ, ഇത് ഒരു ഫോൾട്ടി ഡിസൈനാണോ, ഇത് പിന്നെ കോൺട്രാക്ട് ചെയ്ത തെറ്റാണോ, ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. എത്രയോ സിനാരിയോസ് ഉണ്ടല്ലോ. ഈ എക്സ്പെർട്ട് കമ്മിറ്റി ഇതെല്ലാം മനസ്സിലാക്കി റിപ്പോർട്ട് കൊടുത്താൽ നമുക്ക് ഈ എന്താണ് നടന്നത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതൊന്ന്. രണ്ടാമത്തത്, ഈ മുമ്പോട്ട് പോകുമ്പോൾ അതിന് എന്താണ് പരിഹാരം, എന്താണ് അതിൻ്റെ പെർമനൻറ്റ് സൊല്യൂഷൻ, അതും നമുക്ക് തീരുമാനിക്കണ്ടേ. അപ്പോൾ നൽകിയതിന് ശേഷം എന്ത് ഇടപെടലായിരിക്കും നടത്തുക? അല്ല, പാർട്ടിയായിട്ടല്ല. ഞാൻ നിതിൻ ഗഡ്കരിജി ഞാൻ എത്ര കൊല്ലം അറിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഡൈനമിക് ലീഡറാണ്, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡറിന്, ഒരു ഗ്ലോബൽ ഒരു വിഷണറിയാണ്. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞ് ഇരുന്ന് നമുക്ക് സംസാരിച്ച് ഇതിൻ്റെ പരിഹാരം, ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്താണ് ഇവിടെ. ഇവർ പറഞ്ഞ പോലെ, ഈ ഓഫീസർ പറഞ്ഞ പോലെ ഇതൊരു ട്രിക്കി ലാൻഡാണ്, സോഫ്റ്റ് ലാൻഡാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സോഫ്റ്റ് ലാൻഡിന് ഈ ഒരു ഓവർപാസിൻ്റെ ലോഡും അത് എന്താണ് അവർ ചെയ്യേണ്ടത്, ഡിസൈനിലാണോ കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയിലാണോ, അത് അവർ തീരുമാനിക്കും. പക്ഷേ ഇത് ഇവിടെ മാത്രമല്ല, മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ വിള്ളലുകൾ കണ്ടെത്തിയിട്ടുണ്ട്, മറ്റ് ജില്ലകളിലും ഇങ്ങനെ വിള്ളലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അല്ല, ഞാൻ ഈ സ്ഥലത്തിന് മാത്രമേ ഞാൻ കമൻറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇത് ഞാൻ വന്ന് കണ്ടു, ഇത് മനസ്സിലാക്കി. ഞാൻ കാണാത്തതും മനസ്സിലാക്കാത്തതും ഞാൻ കമൻറ്റ് ചെയ്യാറില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ വന്നു കണ്ടു, എന്നിട്ട് ഞാൻ എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത ഉടനെ ഡൽഹി പോവും. നിതിൻ ഗഡ്കരിയോടൊപ്പം ഇരുന്ന് ഇതിൻ്റെ ഒരു പരിഹാരം എടുക്കാം. എന്തോ അത് നമുക്ക് എനിക്കൊരു പ്രശ്നമില്ല. എന്ത് വരുന്നു? ഇല്ല, നോക്കൂ, ഇത് എലക്ഷൻ വരുമ്പോൾ എല്ലാവരും ഓരോരോ സ്ലോഗനും വാഗ്ദാനവും ജനങ്ങളെ വിഡ്ഢിയാക്കാൻ എല്ലാവരും പറയല്ലോ. ഞാൻ പറഞ്ഞത്, പാർട്ടി പറഞ്ഞത് ഒന്നാണ്. ഒരു കാര്യം, ഇതിൽ വ്യക്തമായിട്ടൊരു കാര്യം, കഴിഞ്ഞ 9 കൊല്ലം നടന്നത് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ജനങ്ങൾ തന്നെ പറയുന്നു. ഇവിടെ അടിസ്ഥാന സൗകര്യം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് നരേന്ദ്രമോദിജിൻ്റെ സർക്കാരാണ്. അത് വിഴിഞ്ഞം പോർട്ടാണോ, ഹൈവേ ആണോ, എയർപോർട്ടാണോ, റെയിൽവേ സ്റ്റേഷനാണോ, റെയിൽവേ ട്രെയിൻസ് ആണോ, നടത്തിയതെല്ലാം നരേന്ദ്രമോദിജിയാണ്. ഇതാണ് സത്യം. അതിൽ ഞാൻ അങ്ങനെ വലിയ ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല. ഇത് പൊളിഞ്ഞതിന് ശേഷമാണ് അവർ പറയുന്നത് പൂർണ്ണമായിട്ടും കേന്ദ്രമാണ് ചെയ്യുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്. ഒരു കോമഡി ഷോ മാതിരിയല്ലേ. ഇതുവരെ CPMൻ്റെ മരുമകൻ പറഞ്ഞത് ഇത് ഞങ്ങൾ ചെയ്തു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അസംബ്ലിയിൽ പറഞ്ഞില്ലേ, ആകെ ഈ നാട്ടിൽ നടന്നതൊരു ഹൈവേ ആണ്, അതും ചെയ്തത് നിതിൻ ഗഡ്കരിയും
നരേന്ദ്രമോദിയാണ്, ഞാനല്ല പറഞ്ഞത്, കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് പറഞ്ഞത്. അപ്പോൾ ഇതുവരെ നടന്നത് ക്രെഡിറ്റ് എടുക്കാൻ നോക്കുക. അവർ പദ്ധതികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിൻ്റെ ഫോട്ടോ അടിച്ച് നരേന്ദ്രമോദിജീൻ്റെ പദ്ധതി അത് PM മിഡ് ഡേ സ്കീമാണോ, PM ആയുഷ്മാൻ ആണോ, PM ആവാസ് ആണോ, അതിന് ചെയ്യുന്ന ഒരു നമ്മൾ കാണുന്നുണ്ടല്ലോ, അവർ ഒരു സ്ട്രാറ്റജിയാണ്. ഒരു പെട്ടെന്ന് എന്തെങ്കിലും നടന്നാൽ അത് ഞങ്ങൾ ചെയ്തില്ല, അത് ഞങ്ങളുടെ അല്ല, അത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഇത് ജനങ്ങളെല്ലാം വിഡ്ഢിയാക്കുന്ന ഒരു സ്ട്രാറ്റജി, അത് നടക്കില്ല. അത് നമ്മൾ ഈ എൻക്വയറി റിപ്പോർട്ട്, ഞാൻ അങ്ങനെ വലിയൊരു എക്സ്പേർട്ടൊന്നും അല്ല, അത് അല്ലല്ല നമ്മൾ നോക്കാം. അത് നോക്ക്, ഇതിപ്പോൾ സംസ്ഥാന സർക്കാർ ഓരോന്ന് പറയല്ലോ, ഇത് ഞങ്ങളുടെ ഫോൾട്ടല്ല, ഞങ്ങൾക്ക് ഇതിൻ്റെ കുറിച്ച് പിന്നെ ചുമതലയില്ല. അത് എൻക്വയറി റിപ്പോർട്ട് പറയട്ടെ. ഈ ലാൻഡ് തരുന്നത് സംസ്ഥാന സർക്കാരാണ്, അതിൻ്റെ സർവേ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇത് സർവേ ചെയ്തോ, നന്നായിട്ട് നടന്നോ, അത് എന്താണ് ഇതിൻ്റെ കാരണം, അത് കോൺട്രാക്ടർ ചെയ്ത തെറ്റാണോ, ഇത് NHI ഒരു ഫോൾട്ടി ഡിസൈനാണോ കൊടുത്തത്, അതെല്ലാം എൻക്വയറി റിപ്പോർട്ട് പറയട്ടെ.